നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം കണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് മാങ്ങ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പച്ചമാങ്ങ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ചെനഞ്ഞു പോയതാണ്. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം രാത്രി ഫുള്ളായിട്ട് ഇതിനെ അടച്ച് വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും. ഇനി ഒരു പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ചെടുത്താൽ മതി. ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് പാകത്തിനുള്ള കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത ശേഷം 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയും കായപ്പൊടിയും എല്ലാം ഇതിലോട്ട് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാങ്ങയിലൊക്കെ പിടിക്കുന്നവരെ ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാത്രത്തിലേ ഇരുന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കി കിട്ടും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.